റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പവിത്രമായ ദിനങ്ങൾ ഓരോന്നും നമ്മിൽ നിന്ന് വിട പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം കൊണ്ട് അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഐശ്വര്യ ഗോൾഡ് ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫാസിൽ. എവിടുന്നാണ്? പുറങ്ങ്. ഫാസിൽ എന്ത് ചെയ്യുന്നു? പണിക്ക് പോവാണോ? എന്ത് പണിക്കാ പോണത്? കൽപ്പണിക്ക്. ഇന്ന് കൽപ്പണി ഉണ്ടായിരുന്നോ? പണി കുറവാണല്ലേ? ചോദ്യം ചോദിക്കട്ടെ? എളുപ്പമുള്ള എല്ലാ ചോദിക്കോ? ചോദിക്കട്ടെ. ആയിഷ ബീവിയുടെ വീട്ടിലെ താമസിച്ചിരുന്ന അടിമ സ്ത്രീയുടെ പേരെന്താണ്? ഓപ്ഷൻ വേണ? എന്നാ പിടിച്ചോളൂ. ഒന്ന് ബരീറ. 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 രണ്ട് തഫ്സീറ. മൂന്ന് തരീറ. ഒന്നാണോ രണ്ടാണോ മൂന്നാണോ? ബരീറ. ബരീറ എന്നാണ് ഫാസിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേര് വിളിക്കപ്പെട്ടത് ആരായിരുന്നു? ഓപ്ഷൻ വേണ? അബൂ താലിബ്, അബ്ദുൽ മുത്തലിബ്, അബൂ ലഹബ്. ഒന്ന് അബൂ താലിബ്, രണ്ട് അബ്ദുൽ മുത്തലിബ്, മൂന്ന് അബൂ ലഹബ്. അബ്ദുൽ മുത്തലിബാ? അബൂ ലഹബാ? അബൂ ലഹബ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓർപ്പിക്കല്ലേ? ഓർപ്പിക്കാം. അബൂ ലഹബ് എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം അബ്ദുൽ മുത്തലിബാണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? മുബഷിറ. എവിടുന്നാണ്? പൊന്നാനി. ചോദ്യം ചോദിക്കട്ടെ? ഹിജറക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ശത്രുക്കളുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ ഓതിയ ഒരു സൂറത്തുണ്ടായിരുന്നു. ഏതാണ് ആ സൂറത്ത്? ഓപ്ഷൻ ഒന്ന് സൂറത്തു സജദ, രണ്ട് സൂറത്തു റഹ്മാൻ, 3 സൂറത്തു യാസീൻ,
സൂറത്ത് യാസീൻ. ഒന്ന് ഒച്ചത്തിൽ പറയുമോ? ഒന്ന് ഒച്ചത്തിൽ പറയാമോ? സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്? 1, 2, 3. 2 എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഉത്തരം. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം 1 ആണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഷിഫാന. എവിടുന്നാണ്? പുതുവന്നാനി. ഷിഫാന എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണല്ലേ. റമദാനൊക്കെ എങ്ങനെയുണ്ട്? റാഹത്തായി പോകുന്നുണ്ട് അല്ലേ? 10 അല്ലേ? എന്തായാലും അല്ലാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. ചോദ്യത്തിലേക്ക് കടക്കാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം. ജഅഫർ റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിന്റെ മുമ്പാകെ ഓതിക്കൊടുത്ത സൂറത്ത് ഏതായിരുന്നു? ജഅഫർ റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിന്റെ അടുക്കലെ അവരുടെ മുമ്പാകെ ഒരു സൂറത്ത് ഓതി കൊടുത്തു. അവർക്ക് ഓതി കേൾപ്പിച്ച സൂറത്ത് ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: 1 വാക്യ, 2 മറിയം, 3 സജദ. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും എന്നല്ലേ? ഒന്നുറപ്പിക്കാം, സംശയമില്ല. വാക്യാണോ? നോക്കാം, ഉറപ്പിക്കാം. നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് വാക്യ എന്നാണ്. വാക്യ എന്ന ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം മറിയമാണ് കേട്ടോ. ഓക്കെ, വീണ്ടും വിളിക്കാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫസീല. ഫസീല എവിടുന്നാണ്? തെക്കേപ്പുറം. ചോദ്യത്തിലേക്ക് കടക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്രയാണ്? ഓപ്ഷൻ വേണോ? ഓപ്ഷൻ വേണോ? 2 വർഷം 3 മാസം, 2 വർഷം 6 മാസം, 3 വർഷം 2 മാസം. ഏതാണ് ശരിയായത്? 2 വർഷം 6 മാസം. 2 വർഷം 6 മാസാണോ? 2 വർഷം 3 മാസം, 2 വർഷം 6 മാസം, 3 വർഷം 2 മാസം. ഇതിലേതാണ് ശരി? 2 വർഷം 3 മാസം. 2 വർഷം 3 മാസം എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഉത്തരം. ആ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഹിജറ 13, ജമാദുൽ ഉഖ്റ 22 അന്നായിരുന്നു അദ്ദേഹം വഫാത്തായത്.
തിരുപ്പായി ഷെയ്ഖോ. ഓപ്ഷൻ പറയുന്നു. ഹിജറ 13 ജമാദുൽ ഉഖറ 22 അദ്ദേഹത്തിന്റെ വഫാത്ത്. ആരുടെ? ഓപ്ഷൻസ്: 1 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 2 ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, 3 അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഉമർ റളിയല്ലാഹു അൻഹു? തോന്നുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഏതാണ് ഉറപ്പിക്കേണ്ടത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറപ്പിക്കാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ആ ഉത്തരം ഇനി മാറ്റാൻ പറ്റൂല കേട്ടോ. എന്താ പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നെന്താ? സംശയം കൊണ്ട് മാറ്റിയതാണ് അല്ലേ? ശരിയാവോ? അയക്കാം. ആയാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? എന്നാ നോക്കുക അല്ലേ? നിങ്ങൾ പറഞ്ഞത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാണ്. ആ ഉത്തരം ശരിയാണ്. ഇനി സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. ചോദിക്കട്ടെ? 1,00,000 ഹദീസ് സ്വന്തം കൈകൊണ്ട് എഴുതിയ ഇമാമ് ആരാണ്? 1,00,000 ഹദീസ് സ്വന്തം കൈകൊണ്ട് എഴുതിയ ഒരു ഇമാം ഉണ്ടായിരുന്നു. ആരാണ് ആ ഇമാം? ഓപ്ഷൻ വേണമെങ്കിൽ തരാം. വേണോ? ഇമാം ഹംബലി, ഇമാം മാലിക്കി, ഇമാം ഹനഫി. ഇമാം മാലിക്കി. ഇമാം മാലിക്കി എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഉത്തരം. 1,00,000 ഹദീസ് സ്വന്തം കൈകൊണ്ട് എഴുതിയ ഇമാം നിങ്ങൾ പറഞ്ഞത് ഇമാം മാലിക്കി എന്നാണ്. ആ ഉത്തരം ശരിയാണ്. സമ്മാനത്തിന് അർഹത നേടിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും വിളിക്കുക. ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖൈറിലാക്കട്ടെ. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം.